ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. എന്താ പറയുക, എൻ്റെ വായിൽ നാരങ്ങ മിഠായി എടുക്കണ്ടോ, എനിക്കിഷ്ടമാണ്. അപ്പോൾ അതാണ് വർത്താനം പറയുമ്പോൾ ചെറിയൊരു ഇത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, ഞാൻ തന്നെ ഇട്ടാണ് പേരാണ് മിക്സഡ് വെജിറ്റബിൾ എഗ്. അതായത് വീട്ടിലുള്ള വെജിറ്റബിൾസ് എന്താണോ, അതായത് എന്നുവെച്ചാൽ നമ്മൾ ബീൻസ് അങ്ങനെ എന്താ പറയുക, ഹാഫ് ബോയിൽഡ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ടൈപ്പ് വെജിറ്റബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ്ഗിൻ്റെ വിഭവമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ എന്ത് പേര് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാവുന്നതാണ്. കണ്ടിട്ട് ഞാൻ ഇട്ടേക്കുന്നത് മിക്സഡ് വെജിറ്റബിൾ എഗ്, ഒരു വെറൈറ്റി കിടക്കട്ടെ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്, ഒരു കുഞ്ഞ് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഒരു ടൊമാറ്റോ, ഒരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് നമ്മുടെ ക്യാബേജ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ചീഞ്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ചൂട് കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും വയ്ക്കാം. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മുടെ പഴയ ചീഞ്ചട്ടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ചൂടാവട്ടെ. ഒരു അബദ്ധം എന്ന് പറയാൻ പറ്റില്ല, വേറൊരു പരീക്ഷണത്തിൽ നിന്നുണ്ടായ ഉരുത്തിരിഞ്ഞുണ്ടായ ഒരു വിഭവമാണ്. വേറൊന്നല്ല, ഞാനിത് നമ്മുടെ കോണുണ്ടല്ലോ, ചോളം, അതുണ്ടാക്കാൻ നോക്കിയപ്പോൾ കിട്ടിയ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടാവട്ടെ. വേറെ ഒന്നുമില്ല, നമ്മുടെ ഈ വെജിറ്റബിൾസൊക്കെ ഇതിനകത്തേക്ക് നമ്മൾ തട്ടും. ദാറ്റ്സ് ഓൾ. സിമ്പിൾ ആൻഡ് സിമ്പിൾ പരിപാടി. നമ്മൾ ഈ അണ്ടാ ബുർജിയൊക്കെ ഉണ്ടാക്കൂലേ, ചിക്കി അതുപോലെ തന്നെ അതിൻ്റെ ഒരു വെറൈറ്റി. അപ്പോൾ അത് ചൂടായിട്ടുണ്ട്. നമുക്ക് വെജിറ്റബിൾസൊക്കെ അതിലത്തേക്ക് ഇടാട്ടോ. ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കേ. അപ്പോൾ അതാണ് നമ്മൾ ഇതിലത്തേക്ക് ഇപ്പോൾ സവാളയും നമ്മുടെ തക്കാളിയാണ് ആദ്യം ഇട്ടിരിക്കുന്നത് കേട്ടോ. ബാക്കിയുള്ളത് കാപ്സിക്കം, ക്യാബേജും. അപ്പം അത് നമ്മൾ അധികം മൊയ്യണ്ട, അറിയാലോ, കടിക്കാൻ പാകത്തിന് കിട്ടുന്ന വീട്ടിൽ വേണം അത് ഇടാൻ. അപ്പോൾ ഇതൊക്കെ ഇത്തിരി വാടേണ്ടതാണ്, അതിൻ്റെ പേരിൽ ഇത് ആദ്യം ഇടേന്. ഇതിൽ ഉപ്പൊക്കെ ഇട്ട് നമ്മൾ വാട്ടിയെടുക്കാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പിടുന്നുണ്ട്, വേഗം ആവുമല്ലോ. ഇതവിടെ കിടന്നൊന്ന് ജസ്റ്റ് വാടട്ടെ, ലേശം ഉപ്പിടുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, എളുപ്പം വാടാനായിട്ടും പിന്നെ നമ്മുടെ ടേസ്റ്റിന് വേണ്ടിയിട്ടും. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിന് ഇടാം. ഞാൻ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ കൂടെ നമ്മുടെ കോണും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതൊഴിച്ചിട്ട് ബാക്കി എഗ്ഗും കൊണ്ടും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കിഷ്ടമായി, ഒരു വെറൈറ്റി, അത്രേ ഉള്ളൂ, അല്ലാണ്ട് വലിയ സംഭവമൊന്നുമില്ല. അപ്പം അതവിടെ കിടന്നൊന്ന് വാടട്ടെ. പകുതി വേവാകുമ്പോഴേക്കും നമുക്ക് മറ്റുള്ള 2 ക്യാപ്സിക്കം ക്യാബേജും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. ഇത് രണ്ടും ഇട്ടിട്ടുണ്ട്, ഇതിനകത്തേക്ക് നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്നും ചെറുതായിട്ടൊന്ന് വാടണം. ഇതിപ്പോൾ ഇൻഗ്രീഡിയൻസ് കുറച്ച് കൂടുതലുണ്ട്, മുട്ട കുറവുള്ളൂ, എന്താകുമെന്ന് എനിക്കറിയില്ല. അല്ലാതെ വെച്ചിട്ട് ചെയ്യാമെന്ന് വെച്ചു. ഇൻഗ്രീഡിയൻസ് കൂടിയാലും കുഴപ്പമില്ല, പച്ചക്കറിയല്ല, നമുക്ക് കഴിക്കാമല്ലോ എന്ന് വെച്ചു. മുട്ട 2 ഉള്ളൂ. മുട്ട കൂടിയാലും ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ അതിനനുസരിച്ചിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് പാടട്ടെ. പൊടികളായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ആകെ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും മുളക് പൊടിയും മാത്രമാണ് കേട്ടോ. പിന്നെ വേറൊരു കൂട്ടം ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ടൊമാറ്റോ സോസാണ്. അപ്പം അധികം ഒന്ന് കുറച്ച് തീ കൂട്ടിയിടാം. ഇതൊരു ഇതും വാടിയുണ്ട്, കുറച്ചും കൂടി അടിക്കട്ടെ. ഇവിടെ അമ്മയൊക്കെ കഴിക്കുമ്പോഴെന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെ കടിക്കണ ഒരു ഇഷ്ടമല്ല, അതിൻ്റെ പേര് ഞാൻ കുറച്ചും കൂടി നേരം ഇടുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കാം. മുളക് പൊടി ഇട്ട് ഇളക്കിയിട്ടുണ്ട്, ഒരുപാടൊന്നും ഇട്ടില്ല, ഇപ്പോൾ 1/2 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. കുറച്ച് മുളക് പൊടിയും കൂടി ഇടാം. നമുക്ക് ഇതിനകത്തേക്ക് സോസ് ഒഴിച്ച് കൊടുക്കാം.
ഇതൊക്കെ ഓരോരുത്തർ ഇഷ്ടാനുസരണം വെച്ച് കൊടുക്കുക കേട്ടോ. ഇതാ സോസൊക്കെ ഒഴിച്ച് ഞാൻ ഇളക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതിനകത്തേക്ക് അടുത്ത സ്ഥലം ഉണ്ടാക്കി മുട്ട പൊട്ടിച്ച് വെക്കാം. ഞാൻ ഒരു കൈ പിടിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ആണ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത്. മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചിക്കാം, നമുക്ക് ചിക്കി എല്ലാം കൂടി മിക്സാക്കി എടുക്കാം. അത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞ സംഭവം. ഞാനതൊന്ന് മിക്സാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ അതിലത്തേക്ക് മുട്ട പൊട്ടിച്ച് വെച്ച് ചിക്കി എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിലത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും വേണമെങ്കിൽ ഇടാം കേട്ടോ, നല്ലതായിരിക്കും. ഞാൻ ഇട്ടിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാവുന്നതാണ്. അപ്പോൾ അതാ അത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഒരു സിമ്പിൾ എഗ്ഗ് വിഭവം. ഇത് നമുക്ക് കറിയായിട്ടല്ല, വെറുതെ തിന്നാനും നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മിക്സഡ് വെജിറ്റബിൾ എഗ്ഗ് ഇവിടെ റെഡി ആക്കി കഴിഞ്ഞിരിക്കുന്നു. നമുക്കിത് സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.